ഇവരെ രാവിലെ രണ്ട് മണിക്കായിട്ട് പരിപാടി തുടങ്ങും ഡെയിലി. അപ്പോൾ ഇത് ഏതാണ്ട് കുറുകി റെഡിയാകുന്നുണ്ട്. ഈ ഒരു ചണ്ടി തന്നെയാണ് കേട്ടോ ഇവർ ഫ്യൂവലായിട്ട് യൂസ് ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മളെ കരിമ്പ് ഫാക്ടറി, ശർക്കര ഫാക്ടറി. അപ്പോൾ അവിടുത്തെ കാഴ്ചകൾ കാണാം. ഇതൊക്കെ കരിമ്പാണ് കേട്ടോ. സാധാ കരിമ്പല്ല, കുറച്ച് ചെറിയ നമ്മളെ നാട്ടിൽ റോഡ് സൈഡിൽ ഉണ്ടാകുന്നതല്ല, കുറച്ച് ചെറിയ കരിമ്പാണ്. അപ്പോൾ നമ്മൾ വെല്ലം, അതായത് ശർക്കര ഉണ്ടാക്കുന്ന ഒരു ഫാക്ടറിയിലുള്ള അവിടെ വലിയ ലോഡ് വന്ന് നിർത്തിക്ക്. ഇവിടെ ഇതാ കരിമ്പിൻ്റെ ലോഡ് വന്ന് നിർത്തിക്ക്. അവിടെ ഇതാ കുറേ ഇറക്കിയിട്ടുണ്ട്. പിന്നെ അതുപോലെ ഇതാണ്, ഇതിൽ നിന്നാണ് കരിമ്പിൻ്റെ ഈ നീരെടുക്കുന്നത്. ഇത് ആ മെഷീനിൽ ഇട്ടിട്ടാണ് എന്താക്കുക, കരിമ്പിൻ്റെ നീരെടുക്കുക. ഇതിന് ടേസ്റ്റ് ഉണ്ടോ എന്ന് നോക്കിയത്. ചെറിയൊരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് കരിമ്പ് ജ്യൂസ് ഉണ്ടാക്കുന്നത് കേട്ടോ. കരിമ്പ് ഈ മെഷീനിലിട്ട് നീരെടുക്കുന്നതാണ്. ഈ നീരാണ് അവർ യൂസ് ചെയ്യുക. നമുക്ക് കുറച്ചൊന്ന് കുടിച്ചു നോക്കാം കരിമ്പിൻ്റെ ജ്യൂസ്. ആഹാ, നല്ല മധുരം കേട്ടോ. നല്ല മധുരം. ഇതാണ് ഇവരെ നീരെടുക്കുന്ന മെഷീൻ. ഈ നീരാണ് അവിടെയുള്ള വലിയ അടുപ്പിലിട്ട് വെല്ലാക്കി മാറ്റുക. ഇത് തന്നെയാട്ടോ ഈ കരിമ്പിൻ്റെ ഈ ചണ്ടി തന്നെയാണ് അവർ പിന്നെ ഫ്യൂവലായിട്ട് യൂസ് ചെയ്യുന്നത്. കത്തിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന കരിമ്പിൻ്റെ ഈ ചണ്ടി തന്നെയാണ്. അപ്പോൾ ഇവരെ ഏതാണ്ട് റെഡിയായിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഇതാ അപ്പോൾ ഇവര് രാവിലെ രണ്ട് മണിക്കായിട്ട് പരിപാടി തുടങ്ങും ഡെയിലി. അപ്പോൾ ഇത് ഏതാണ്ട് കുറുകി റെഡിയാകുന്നുണ്ട്. കളറൊക്കെ നല്ലോണം മാറി വെള്ളത്തിൻ്റെ കളറായി വരുന്നുണ്ട്. ഇത് ഈ കരിമ്പിൻ്റെ ചണ്ടി തന്നെ അവർ ഫ്യൂവലായിട്ട് യൂസ് ചെയ്യുന്നത്. രണ്ടാളാണ് ഇതിൻ്റെ ഈ ഒരു അടുപ്പിൽ പണിയെടുക്കുന്നത്. അതായത് ഒരാൾ പിന്നെ കരിമ്പിൻ്റെ ചണ്ടി അടുപ്പിലേക്ക് തള്ളി നീക്കുക, കത്തിക്കുക. പിന്നെ ഒരാളിത് ഇങ്ങനെ നല്ലോണം ഇളക്കി കൊടുക്കുക. പിന്നെ അവിടെ ഒരാൾ ഇതിൻ്റെ കരിമ്പിൻ്റെ നീരെടുക്കുക. അങ്ങനെ 3 ആളുകളാണ് ഒരു ഇതിൽ പണിയെടുക്കുന്നത് കാണുന്നത്. ഏതാണ്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് ഏതാണ്ട് കുറുകി കഴിഞ്ഞാൽ അവരതാ ഈ ഒരു ഇതിലേക്ക് മാറ്റും. അവിടെ ഇങ്ങനെ ഓപ്പൺ ആക്കിയാൽ നേരെ ഇതിലേക്ക് വരും. പിന്നെ വലിയ പാത്രത്തിൽ നിന്ന്
ഇതാ ഇതിലേക്ക് വരും. ഇതിൽ നിന്നാണ് പിന്നെ അവർ എടുത്ത് ഒഴിക്കുക. ഇതിന് അവർ മാറ്റുന്നുണ്ട് കേട്ടോ. വെച്ചിട്ടാണോ? ஆமா അത് നല്ല ചൂടാണ്. ഇത് തെറിക്കുന്നുണ്ട്. അത് തെറിക്കുന്നുണ്ട് കേട്ടോ. അതിലേക്ക് വന്ന് വീഴുമ്പോ അവിടുന്ന് തെറിക്കുന്നുണ്ട്. അടുത്ത് നിന്നിട്ടുണ്ടെങ്കിൽ ദേഹത്തേക്കെല്ലാം ആവും. അടുത്ത ട്രിപ്പ് ഒഴിച്ചിട്ടോ. അടുത്ത ട്രിപ്പ് നമ്മളെ കരിമ്പിൻ്റെ നീര് ഒഴിച്ചിരിക്കും. ഇതിലാണ് ഇവർ സ്റ്റോക്ക് ചെയ്ത് വെച്ച്. ഇതിൽ സ്റ്റോക്ക് ചെയ്ത് വെച്ച് കരിമ്പിൻ്റെ നീര് ഇതാ പോകും. ഈ കാണുന്നതാണ് കേട്ടോ പിന്നെ വെല്ലം ഉണ്ടാക്കുന്ന മോൾഡ്. പിന്നെ നമ്മൾ അച്ച് എന്നൊക്കെ പറയും. വെല്ലം ഉണ്ടാക്കിയെടുക്കുന്ന അച്ചാണിത്. അതിങ്ങനെ തിരിക്കാൻ പറ്റും. ഇത് നല്ലോണം സെറ്റായി കഴിഞ്ഞാൽ അത് തിരിച്ചു. അപ്പം പിന്നെ അതിലുള്ള വെല്ലമൊക്കെ താഴേക്ക് വീഴും. ആ രീതിയിലാണ് എൻ്റെ പരിപാടി. ഇതാണ് ഇതിൻ്റെ. ഇത് മരം കൊണ്ടുള്ള മോൾഡാണ്. ഇനി അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ ഇതിൽ നിന്ന് എടുത്ത് ഈ ഒരു അച്ചിലേക്ക് ഒഴിക്കുന്ന പരിപാടിയാണ് കേട്ടോ. ഇതൊരു റെയിൽ പോലെയാണ് ഉള്ളത്. ആ ഹാ